എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ സമയമെടുത്തപ്പോ തന്റെ മക്കളെ എല്ലാവരെയും അടുത്ത് വിളിക്കുകയാ. വാപ്പാനോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല. വാപ്പായ്ക്ക് കിട്ടിയത് മുഴുവനും പാവങ്ങൾക്ക് കൊടുത്തതാണ്. വാപ്പയുടെ അവസ്ഥ എന്തെന്നറിയോ? വാപ്പ മരിച്ചു പോയാൽ കഫൻ തുണി വാങ്ങാൻ പോലും ഉപ്പാടെ കയ്യിൽ ഒരു 5 നയാ പൈസ ഇല്ല മക്കളെ. മരിച്ചു കഴിഞ്ഞാൽ എന്നെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, എന്നിട്ട് ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെക്കണം, മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്ന ആരെയെങ്കിലും കണ്ടാ അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, കഫൻ തുണി വാങ്ങാൻ പോലും പൈസയില്ല, കഫൻ പൊതിയാൻ ഒരു നല്ല തുണിയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്നെ പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കളെ. ലോകത്തോട് യാത്ര പറഞ്ഞു. മക്കള് മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് വാപ്പാടെ ജനാസ ചുമന്നുകൊണ്ട് മരുഭൂമിയിലെ വഴിയിൽ കൊണ്ടുവച്ച് കാത്തു നിൽക്കുകയാ. ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. പടച്ചവനെ, മക്കളോടുകയാണ്. ഓടിച്ചെന്നിട്ട് പറയുന്നു, ഈ കിടക്കുന്നത് ഞങ്ങളുടെ പിതാവാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാ. പുതിയ തുണിയില്ല, വാങ്ങാൻ പൈസയുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ ഉപ്പാനവും കഫം പൊതിഞ്ഞിട്ട് കബറടക്കടേ. ആ സംഘത്തിന്റെ നേതാവാരായിരുന്നെന്നറിയുവോ? മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യവാ. അബൂദറിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരുന്നു, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ഒറ്റയ്ക്കാണ് മരിക്കുന്നത്, ഒറ്റയ്ക്കാണ് കബറടക്കുന്നത്, നാളെ ഒറ്റയ്ക്കാണ് എഴുന്നേറ്റ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പണ്ടേ പറഞ്ഞിരുന്നു.